സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, അതെനിക്കറിയില്ല. ഞാനത് അദ്ദേഹത്തിൻ്റെ വിശദീകരണം കേട്ടിട്ടില്ല. വിശദീകരണത്തിന് അദ്ദേഹം ഇന്നലെ നടത്തിയിട്ടുള്ള വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു പിശകും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടില്ല. സംസാരിക്കുന്നതിനെങ്കിൽ ദയവേത് വ്യാഖ്യാനിക്കരുത്. സംസാരിക്കുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലും എടുക്കുന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിലും മനസ്സിലാക്കണം. അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. അതല്ലാതെ ഒരു നെഗറ്റീവായ റൂട്ടിലൂടെ അതിനെ വ്യാഖ്യാനിച്ച് എന്താണോ അതിൻ്റെ മേലെ പ്രതീക്ഷിച്ചാൽ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് പാർട്ടി നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത് നിലപാട് ശരിയല്ല. ഇന്നലെ മുഖ്യമന്ത്രിയും എന്താണ് നിലപാട് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഗോവിന്ദൻ മാഷും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞാനും ഇവിടെ പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞ കാര്യത്തെയും ഇനി വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന നിലയിലേക്ക് ദയവേത് പോകാൻ പാടില്ല. ഓക്കെ. ഗോവിന്ദൻ മാഷിന്റെ RSS പരാമർശത്തിലാണ് ഇപ്പോൾ LDF കൺവീനർ TP രാമകൃഷ്ണൻ വിശദീകരണം നൽകിയിരിക്കുന്നത്. വ്യാഖ്യാനിക്കരുത്, വലുതായി കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ നിങ്ങൾ നിൽക്കരുത് എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന കാര്യം അദ്ദേഹം തന്നെ വന്ന് വീണ്ടും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതലായി ഒന്നും തന്നെ പറയാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നു TP രാമകൃഷ്ണൻ. മാധ്യമങ്ങളോട് നിങ്ങൾ വ്യാഖ്യാനിച്ച് കുഴപ്പത്തിലാക്കരുത് എന്നാണ് പറയുന്നത് TP രാമകൃഷ്ണൻ.